നിങ്ങളുടെ ജീവിതത്തിലേക്കും ഞാൻ ഈ വചനത്തെ അയക്കുക. പല വീടുകളിലേക്കും വ്യക്തികളിലേക്കും, പ്രത്യേകിച്ച് സിംഗിൾ മദേഴ്സ് ആയിരിക്കാം, വളരെ ചെറിയ കുടുംബമായിരിക്കാം. പക്ഷേ ഈ വചനങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് ഒരു അസ്ത്രം വന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് പോലെ അവസ്ഥകളിലേക്കും ഈ വചനങ്ങൾ വന്ന് കയറി തുളച്ച് കയറി ചില പ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നു. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സന്തോഷത്തോടും സമാധാനത്തോടൊക്കെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വന്നു ചേരാൻ സാധിച്ചതിൽ ഞാൻ കർത്താവിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയത്തിനും കർത്താവിൽ നിന്നുള്ള മറുപടികളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അതോടൊപ്പം കർത്താവിനോട് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നിങ്ങളോട് കൂടുതലായിട്ട് 1000 ചുവടെടുത്ത് വെച്ച് അടുത്തു വരുന്നത് പോലെ ദൈവത്തിൻ്റെ സാമീപ്യവും ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും ഒക്കെ തിരിച്ചറിയാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ നമുക്ക് എറണാകുളത്ത് നിന്ന് ഒരു കീ സ്പോൺസറാണ്. ഡോക്ടർമാർ പോലും പ്രതീക്ഷ കൈവിട്ടു പോയിട്ടുള്ള ഒരു അസുഖത്തിൻ്റെ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. അത് മാറുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി ദീർഘകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ പോരാട്ടത്തിൽ അവർക്ക് വിജയിക്കുവാനുള്ള കൃപ കൊടുക്കേണ്ടതിനായിട്ട് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ ജയിക്കുവാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഡോക്ടേഴ്സ് പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാലും ക്രിസ്തുവിൽ ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല എന്ന് പറഞ്ഞ ആ വചനത്താൽ കർത്താവെ ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇത് സ്പോൺസർ ചെയ്തവരുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ആഴ്ച നമ്മുടെ മീറ്റിങ്സിൻ്റെ വളരെയധികം തിരക്കുകളുള്ള ഒരാഴ്ചയാണ്. ഈ വരുന്ന ബുധൻ വ്യാഴം ഈ 2 ദിവസങ്ങൾ, അതായത് 15, 16 ഈ 2 ദിവസങ്ങളിലാണ് 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടീൻസിൻ്റെ സ്പെഷ്യൽ ക്യാമ്പ് നടക്കുന്നത്. ആക്ച്വലി ഇന്നലെ അതിൻ്റെ ക്ലോസിംഗ് ഒക്കെ കഴിയേണ്ടതാണ്. പക്ഷേ 2 ദിവസത്തേക്കും കൂടെ ഒരു സ്പോട്ട് രജിസ്ട്രേഷൻ കൂടെ ഈ പ്രാവശ്യം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വരുന്ന ബുധനാഴ്ച നേരിട്ട് 8:30, 9 മണി ആ സമയത്ത് നേരിട്ട് വന്ന് നിങ്ങൾക്കിതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. രജിസ്റ്റർ ചെയ്യാനുള്ള ഫോർമാറ്റും ഡീറ്റെയിൽസും എല്ലാം ഇപ്പോൾ ഞങ്ങൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, QR കോഡ് നൽകുന്നുണ്ട്. ദയവായി രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ആഴ്ചയിൽ വരുന്ന അടുത്ത പ്രധാനപ്പെട്ട മീറ്റിംഗാണ് അതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച എന്ന് പറയുന്നത് 17-ാം തീയതി പാസ്റ്റർ ഡാമിൻ ആൻ്റണി UAE ദുബായിൽ ശുശ്രൂഷിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ വരുന്ന ശനിയാഴ്ച, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശനിയാഴ്ചയാണ്, നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശനിയാഴ്ചയാണ്. നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ. ദയവായി കടന്നു വരിക. ഞങ്ങളെല്ലാവരും അവിടെ എത്തിച്ചേരും. എനിക്കൊന്ന് കൊച്ചിയിൽ നിന്നൊക്കെ പല ആളുകൾ അവിടെ എത്തിച്ചേരാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ എത്തിച്ചേരുക. ഒരു വലിയ അനുഗ്രഹം കർത്താവ് പകരാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മൾ കാണാനായിട്ട് പോകുകയാണ്. ദയവായി കടന്നു വരിക. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്കും വചന ശുശ്രൂഷയിലേക്കൊക്കെ നമുക്ക് പ്രവേശിക്കാം. സുന്ദരനം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാനന്മാരെ വരിക്കുമോ വത്സല ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാനന്മാരെ വരിക്കുമോ വത്സല ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ഓസും പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല. ഓ സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാർ വരിക്കുമോ വത്സല ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചു
ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാർ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാ, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെൽക്കം ബാക്ക്. അടുത്തൊരു മോർണിംഗ് ഗ്ലോറി വീക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഏപ്രിൽ 13 മൺഡേ. നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ ആ പേജ് എടുക്കുക, ഈ റിബൺ ഉപയോഗിക്കാം. ആ പേജ് ഓരോന്നോരോന്ന് മാറുന്നതനുസരിച്ച് ആ റിബൺ വെച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഇൻക്രീസ്, വർധനവ്. എല്ലാവരും ഒന്ന് പറഞ്ഞ വർധനവ്. അതിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ആവശ്യമുണ്ടെന്ന് ഉള്ളിലൊരാഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും ദയവായി കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. വർധനവ്, ഇൻക്രീസ്, പെരുക്കം. ഫോക്കസ് വേഴ്സ് ഡ്യൂട്രോണമി ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 11. ആവർത്തന പുസ്തകം 1:11. The Lord will increase you 1,000 times and bless you as he has promised. കർത്താവ് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ അവൻ നിങ്ങളെ 1000 മടങ്ങായി വർദ്ധിപ്പിക്കും. എല്ലാവരും പറഞ്ഞ 1000 മടങ്ങ്. അത് വിശ്വസിക്കുന്നവർ ദയവായി ഈ സമയത്ത് ഒന്ന് ടൈപ്പ് ചെയ്യുക, 1000 times, 1000 മടങ്ങ്. വാ കൊണ്ടത് പറയുക, 1000 മടങ്ങ്, 1000 മടങ്ങ്. ഡെക്ലറേഷൻ നോക്കുക. എൻ്റെ പ്രഖ്യാപനം എന്താണത്? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഇൻക്രീസ് സറൗണ്ട് മീ ടുഡേ. ഇന്ന് വർധനവും പെരുക്കവും എന്നെ ചുറ്റുകയാണ്. എവ്രി സീഡ് ഐ സോ ബെയർസ് അബണ്ടൻറ്റ് ഫ്രൂട്ട്. ഞാൻ വിതയ്ക്കുന്ന ഓരോ വിത്തും ധാരാളമായി ഫലം കായ്ക്കും. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കൈകൾ ഉയർത്തി ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാൽ. ബൈബിൾ റീഡിംഗ് പ്ലാൻ അവിടെ ആ പേജിൽ തന്നെ ഉണ്ട്. ഇന്ന് തന്നെ ആ ഭാഗങ്ങളെല്ലാം വായിക്കുക. എന്നിട്ടതിൽ ഒരു ടിക്ക് മാർക്കൊക്കെ ഇടുക. ഇൻക്രീസിനെ കുറിച്ചുള്ള 4 കാര്യങ്ങൾ നമ്മളിനി ചിന്തിക്കാൻ പോവുകയാണ്. ഇന്നത്തെ കീ വേഴ്സ് മറക്കരുത്. ആവർത്തന പുസ്തകം 1:11. അതിൽ 1000 മടങ്ങ് വർധനവിൻ്റെ ഒരു വാഗ്ദത്തമാണ് അതിനകത്ത് കിടക്കുന്നത്. എഴുതുക, ഇൻക്രീസ് ബിഗിൻസ് വിത്ത് ഗോഡ്സ് പ്രോമിസ്. വർധനവ് ആരംഭിക്കുന്നത് ദൈവിക വാഗ്ദത്തത്തിലാണ്. വർധനവ് ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന്മേലാണ്. അതൊന്ന് കുറിച്ച് വയ്ക്കുക. അതാണ് മെയിൻ പോയിൻ്റായിട്ട് എഴുതുക, പറയുക, ഇന്ന് ആവർത്തിച്ച് പറയുക. ദൈവിക വാഗ്ദത്തങ്ങളിലാണ് എന്ത് കിടക്കുന്നത്? വർധനവ് കിടക്കുന്നത്. ഇത് പറയാൻ കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ സൃഷ്ടിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു, വർദ്ധിച്ച് പെരുകിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അതൊരു വാഗ്ദത്തമല്ലേ? വർധനവെന്ന് പറയുന്നത് ചുമ്മാ ഒരു ആഗ്രഹമല്ല. ഇൻക്രീസ് ഈസ് നോട്ട് മിയർലി ആൻ ആംബിഷൻ. എല്ലാവർക്കും ഒരു വർദ്ധിച്ചാൽ കൊള്ളാം, പെരിയാൽ കൊള്ളാം, അങ്ങനെയല്ല. ഇൻക്രീസ് ഇസ് നോട്ട് മിയർലി ആംബിഷൻ, ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ ഗോഡ്സ് പ്രോമിസ്. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന്മേൽ വേരൂന്നിരിക്കുകയാണ്. അതല്ലാതെ നമ്മുടെ ഒരു ചുമ്മാ ആഗ്രഹമല്ല, ഒന്ന് വർദ്ധിച്ചാൽ കൊള്ളാം, ഒന്ന് കുറച്ചുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കൊള്ളാം എന്നുള്ള മനുഷ്യൻ്റെ ഒരു ആഗ്രഹമല്ല. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതിലാണ്, ആ റൂട്ട്സിലാണ്, വാഗ്ദത്തത്തിൻ്റെ വേരിന്മേലാണ് വർധനവ് പുറത്തേക്ക് വരുന്നത്. ചില വചനങ്ങൾ ദയവായി കുറിച്ചു വയ്ക്കുക. ഉൽപ്പത്തി പുസ്തകം 22:17. ഐ വിൽ ഷ്യൂർലി ബ്ലസ് യു ആൻഡ് മൾട്ടിപ്ലൈ യു. ഞാൻ നിന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ തുടക്കം കിടക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മനുഷ്യനെ പൊതുവായി അനുഗ്രഹിച്ചു. നിങ്ങൾ വർദ്ധിച്ച് പെരുകി സന്താനപുഷ്ടിയുള്ളവരായി ഈ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് വർധനവ്.
പെരുകുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സസ്യലതാദികൾക്കും മനുഷ്യർക്കും ജന്തുക്കൾക്കും എല്ലാവർക്കും റീപ്രൊഡക്ഷൻ ഉള്ള കപ്പാസിറ്റി നൽകിയിരിക്കുന്നത്. വർദ്ധിക്കുക, പെരുകുക. റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത് പെരുകി മൾട്ടിപ്ലൈ ചെയ്ത്. സോ ദൈവത്തിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടാണത്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ് നിങ്ങൾ വർദ്ധിക്കണം, നിങ്ങൾ പെരുകണം എന്നുള്ളത്. അപ്പോൾ ഉൽപ്പത്തി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ച് അനുഗ്രഹിക്കുമ്പോഴും അവിടെ വർധനവിൻ്റെ അനുഗ്രഹമാണ് കൊടുക്കുന്നത്. കർത്താവ് തന്നെ അവിടെ പറയുന്നത്, ഞാൻ നിന്നെ വർദ്ധിപ്പിച്ച് പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഭൂമിയിലെ പൊടി പോലെയും എന്ന് വെച്ചാൽ നമ്പർലെസ് എന്നുള്ളൊരർത്ഥത്തിലാണ്. അബ്രഹാമിനെ പോലും കൂടാരത്തിൽ നിന്ന് വെളിയിൽ ഇറക്കിയിട്ട് നക്ഷത്രങ്ങളെ എണ്ണിപ്പിച്ചിട്ട് കർത്താവ് പറഞ്ഞത്, നിൻ്റെ സന്തതികൾ ഇതുപോലെയായിരിക്കും. സോ വർദ്ധനവ് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എല്ലാവരും ഒന്ന് കൈകൾ ഉയർത്തിയെന്ന് പറഞ്ഞ വർദ്ധനവ് എനിക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതെഴുതി വെക്കുക, ടൈപ്പ് ചെയ്ത് വയ്ക്കുക. സങ്കീർത്തനങ്ങൾ 115:16 വചനത്തിൽ മേ ദ ലോർഡ് കോസ് യു ടു ഫ്ലറിഷ്. ദൈവം നിന്നെ വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്നവിടെയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ വചനത്തിൽ അനേക സ്ഥലങ്ങളിലാണ് ഈ വർദ്ധനവിൻ്റെ വാഗ്ദത്തം കിടക്കുന്നത്. ഇനി യെശയ്യാവിൻ്റെ പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ 2-3 വചനങ്ങൾ വായിക്കുമ്പോൾ, വാസ്തവത്തിൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, എൻലാർജ് ദ പ്ലേസ് ഓഫ് യുവർ ടെൻറ്റ് എന്നോട് പറഞ്ഞു, നിൻ്റെ കൂടാരത്തെ വിസ്താരമാക്കുക. അവിടെ വായിച്ചാൽ അറിയാം, ഈ മക്കളൊന്നുമില്ലാത്തൊരു സ്ത്രീയോടാണ് ഈ വാഗ്ദത്തം പറയുന്നത്. മക്കളില്ലാത്തൊരു സ്ത്രീ, സിംഗിളാണ്, മക്കളുമില്ല, ഒന്നുമില്ല, ആരുമില്ല, സിംഗിൾ. ആ സ്ത്രീക്ക് ജീവിക്കാനായിട്ട് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് പോരെ, എന്നുവെച്ചാൽ ഒരാൾക്ക് ജസ്റ്റ് കഴിഞ്ഞുകൂടാനുള്ള സെറ്റപ്പ് മതി. പക്ഷെ ദൈവം പറയുകയാണ്, നീ നിൻ്റെ കൂടാരത്തിൻ്റെ കുറ്റികളൊക്കെ നീട്ടി അടിച്ച് ടെൻറ്റ് കേർട്ടൻസൊക്കെ അങ്ങ് വിശാലമാക്കിക്കോ, കാരണം അതിനെ ഞാൻ നിറയ്ക്കാൻ പോവുകയാണ്. ഞാൻ നിനക്കൊരു വർദ്ധനവ് തരാൻ പോവുകയാണ്. നിനക്ക് മക്കൾ പിറക്കാൻ പോകുന്നു, നിൻ്റെ അവസ്ഥകളെ മാറ്റാൻ പോകുന്നു. ഭയങ്കരമായൊരു വർദ്ധനവ് അവൻ നിനക്ക് നൽകും. ഈ വാഗ്ദത്തം ലിറ്ററലി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം സിറ്റിയിൽ 24/7 പ്രെയർ ചേംബർ ആരംഭിച്ച കാലത്ത് ചെറിയ റൂം, ഒരു 70-75 പേർക്ക് മാത്രം ഇരിക്കാവുന്നൊരു മുറിയിലാണ് ഇതാരംഭിക്കുന്നത്. പക്ഷെ ദൈവം അവിടെ ആളുകൾ വരാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ കൂടുതൽ ആളുകളെ സംബന്ധിച്ച് അത് നിറഞ്ഞു. അപ്പോൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി പുറത്തേക്ക് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ ആ സമയത്താണ് ഒരു ടെമ്പററി സെറ്റപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു പനയോല കൊണ്ട് മേഞ്ഞ് പുറത്തേക്ക് കൂടെ ജനങ്ങൾക്ക് ഇരിക്കാവുന്ന രീതിയിലേക്കാക്കി. പക്ഷെ മഴ വന്ന സമയത്ത് അത് നനയാൻ തുടങ്ങി, ചോരാൻ തുടങ്ങി. അപ്പോൾ ഇത് നടക്കുന്നതിന് മുമ്പാണ് ഈ വാഗ്ദത്തം കർത്താവ് തന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വചനങ്ങൾ കർത്താവ് തന്നപ്പോൾ മനസ്സിലായി, ഈ വാഗ്ദത്തത്തിൽ എന്തോ ഒന്ന് വർദ്ധനവ് കർത്താവ് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓൾറൈറ്റ്. സോ സംഭവിച്ചത്, ഈ ചോർച്ച നിർത്താൻ വേണ്ടി പനയോല കൊണ്ട് മേഞ്ഞ ആ ചായ്പിൻ്റെ മുകളിലേക്ക് പ്രത്യേകിച്ചൊരു സ്ഥലത്തൊരു ഫാക്ടറിയിൽ ഉണ്ടാക്കി വലിയൊരു ഷീറ്റ്, സാധാരണ സർക്കസ് കൂടാരങ്ങളിലോ ഒക്കെ ചെയ്യുന്നത് പോലെ വലിയൊരു ടെൻ്റ് അടിച്ച് അത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കയറ് വലിച്ച് കുറ്റിയിലടിച്ചു. ശരിക്കും ഒരു ടെൻ്റ് അടിക്കുന്നത് പോലെ തന്നെ. ഞാൻ പറഞ്ഞു വന്നത്, സാധാരണ ഇത് പ്രാവചനികമായ വർധനവിൻ്റെ കാര്യത്തിലൊക്കെ ഉപയോഗിക്കുന്നൊരു വചനമാണെങ്കിൽ ലിറ്ററലി സംഭവിച്ചു. ബ്ലെസ്സിങ് ടുഡേയിൽ ഇത് ലിറ്ററലി സംഭവിച്ചു. അതും നിറയാൻ തുടങ്ങി. അതിനുശേഷമാണ് ഇന്ന് ഈ കൊച്ചിയിൽ ഇടപ്പള്ളിയിലുള്ള ഈ സ്ഥലത്തേക്ക് നമ്മൾ വരുന്നത്. സോ ഓരോ ഘട്ടത്തിലും കർത്താവ് വർധനവ് തന്നുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്കും ഞാൻ ഈ വചനത്തെ അയക്കുകയാണ്. മനസ്സിലാക്കേണ്ടത്, ഗോഡ്സ് പ്രോമിസ് ഈസ് ദ ബ്ലൂ പ്രിൻ്റ് ഓഫ് ഇൻക്രീസ്. വർധനവിൻ്റെ ബ്ലൂ പ്രിൻ്റ് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്.
എല്ലാവരും ഒന്ന് പറഞ്ഞ്, വർധനവിൻ്റെ ബ്ലൂ പ്രിൻ്റ് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഞാനിന്ന് ഈ വചനം പറയുമ്പോൾ ഏപ്രിൽ 13 ഈ മോർണിംഗ് ഗ്ലോറിയിലെ ഡിവോഷണൽ ഇതിന് വേണ്ടിയിട്ടുള്ള വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വീടുകളിലേക്കും വ്യക്തികളിലേക്കും, പ്രത്യേകിച്ച് സിംഗിൾ മദേഴ്സ് ആയിരിക്കാം, സിംഗിൾ ഫാദേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ ചെറിയ കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വർധനവും ജീവിതത്തിൽ അഭിവൃദ്ധിയും കാണാത്തൊരു വ്യക്തിയായിരിക്കും. പക്ഷേ ഈ വചനങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് ഒരു അസ്ത്രം വന്ന് തറഞ്ഞ് ഇറങ്ങുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്കും സാഹചര്യങ്ങളിലേക്കും അവസ്ഥകളിലേക്കും ഈ വചനങ്ങൾ വന്ന് തുളച്ച് കയറി ചില പ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നത്. ഇത് വിശ്വസിക്കുന്നെങ്കിൽ കൈകളുയർത്തി ഹാലലിയ പറയാം. ഇത് വിശ്വസിക്കുന്നവർ മാത്രം കമൻറ്റ് സെക്ഷനിൽ ആമേൻ എന്ന് ടൈപ്പ് ചെയ്യുക പ്ലീസ്. ആമേൻ. വിശ്വസിക്കാത്തവർ ചെയ്യരുത്, വിശ്വസിക്കുന്നവരൊക്കെ ചെയ്യാം. ഹലോ കോഴിക്കോട്, ബ്ലെസ്സിങ് ടുഡേ കോഴിക്കോട് വരിക. കുറച്ച് നാളായി വന്നിട്ട് ഞങ്ങൾ ടീമായി വരികയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് കോഴിക്കോട് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ശിക്ഷക് സദൻ ഓഡിറ്റോറിയം, റാം മോഹൻ റോഡ്, ചിന്താവളപ്പ്, പാളയം. 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് ഈ സംഭവം. നിങ്ങൾ വരണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരിക, കുടുംബത്തെ കൊണ്ടുവരിക. ഇതെന്താണ് പരിപാടി എന്ന് പറയാം. ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ദിസ് ഈസ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ, അനുഗ്രഹത്തിൻ്റെ ഉത്സവമാണ്. എല്ലാവർക്കും വേണ്ടി വ്യക്തിപരമായി ഞങ്ങൾ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും, ആരാധനാ ഗീതങ്ങളുണ്ടായിരിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, യേശുവാണ് സൗഖ്യമാക്കുന്നത്, അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, സാമ്പത്തികമായ വലിയ പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ നമുക്കവിടെ കേൾക്കാൻ കഴിയും. ഇതിന് സാക്ഷിയാകാനും, വെറും സാക്ഷിയാകാൻ മാത്രമല്ല, ഇത് അനുഭവിക്കുവാനും ദയവായി നിങ്ങൾ വരണം. അന്നത്തെ ദിവസം ബഹിരാകാശത്തിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, വരാതിരിക്കരുത്, വരണം. ടീമായിട്ടാണ് വരുന്നത്. യു ആർ വെൽക്കം. അവിടെ വെച്ച് കാണാം. നമ്പർ 2, ഇൻക്രീസസ് ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റാണ്. വർധനമെന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്താണ്? എണ്ണം പെരുകുന്നു. 1, 2 ആകുന്നു, 2, 4 ആകുന്നു, അല്ലെങ്കിൽ 10 ആകുന്നു, 12 ആകുന്നു, 28 ആകുന്നു. ഇതാണല്ലോ നമ്മൾ കാണുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ വർധനവെന്ന് പറയുമ്പോൾ 2 തലങ്ങളിൽ സംഭവിക്കും. എന്തൊക്കെയാണത്? ക്വാണ്ടിറ്റി, ക്വാളിറ്റി. വർധനവ് സംഭവിക്കുന്നത് ഗുണമേന്മയിലും എണ്ണത്തിലുമാണ്. എണ്ണം പെരുകും, ഗുണമേന്മയും വർദ്ധിക്കും. ഇത് രണ്ടും ആവശ്യമാണ്. ചില ആളുകൾ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ചർച്ച്, ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ ആളുകളുടെ എണ്ണത്തിലല്ല, ഉള്ളവരുടെ വിശുദ്ധിയാണ് ദൈവം നോക്കുന്നത്. ഒരു പരിധി വരെ കേൾക്കുമ്പോൾ അത് നല്ലതാണ്. കാരണം കുറേ ആളെ കൂട്ടിയിട്ട് അശുദ്ധിയിൽ ജീവിക്കുന്ന കുറേ മനുഷ്യരെ കൂട്ടുന്നതിനേക്കാൾ വിശുദ്ധിയിൽ ജീവിക്കുന്നൊരു 10 പേര് മതി. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ദൈവം ഇത് രണ്ടും നോക്കും. ഒത്തിരി പേര് ചിന്തിക്കുന്നത് ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ടെന്നല്ല യേശു പറഞ്ഞതുകൊണ്ട് ചെറിയൊരു ആട്ടിൻകൂട്ടം മാത്രം മതി. 20-25 പേരുമായിട്ടിരിക്കാമെങ്കിൽ എല്ലാവർക്കും പേഴ്സണൽ അറ്റൻഷനും കിട്ടും. അതിനെ പണിത് ക്വാളിറ്റി റെഡിയാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി പാക്ക് ചെയ്തുകൊണ്ട് ഏൽപ്പിക്കുക. ഇവിടുത്തെ പ്രശ്നം, ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണ് ബ്രദറേ എന്ന് ചോദിച്ചാൽ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ദൈവത്തിന് എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്പേഴ്സ്, സംഖ്യാപുസ്തകം എന്ന പേരിൽ തന്നെ ഒരു പുസ്തകം ബൈബിളിലുള്ളത്. എണ്ണും, ദൈവം എണ്ണും. ഓരോ ഇടയനും വൈകിട്ട് ആടുകൾ വരുമ്പോൾ അതിനെ എണ്ണിയാണ് കയറ്റുന്നത്, ഏതെങ്കിലും മിസ്സിങ് ഉണ്ടോ എന്നറിയാൻ. അതുകൊണ്ട് എണ്ണം ദൈവത്തിന് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈജിപ്തിൽ നിന്നും ജനം ഇറങ്ങുമ്പോൾ എണ്ണി, സെൻസസ് എടുത്തു. സെൻസസ് എടുത്ത സമയത്ത് 6 ലക്ഷത്തിൽ ചില്ലുവാനും പേർ, പട്ടാളത്തിൽ യുദ്ധം ചെയ്യാവുന്ന രീതിയിലുള്ളവർ കാലാളുകളായിട്ട് തന്നെ 6 ലക്ഷത്തിൽ ചില്ലുവാനും പേരുണ്ട്. ഇത് തുടക്കത്തിലാണ്, യാത്രയുടെ തുടക്കം, പുറപ്പാടിൻ്റെ തുടക്കത്തിൽ. എന്നാൽ അവസാനം കനാൻ നാട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് വീണ്ടും ഒരു സെൻസസ് എടുത്തു. അപ്പോഴും 6 ലക്ഷത്തിൽ ചില്ലുവാനുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിനിടയിൽ ഒത്തിരി പേര്, ആ തലമുറയിൽപ്പെട്ടവർ 2 പേരൊഴികെ എല്ലാവരും മരുഭൂമിയിൽ മരിച്ചു. ദൈവത്തിനെതിരെ മത്സരിച്ച് ഒത്തിരി പാപങ്ങൾ അവർ ചെയ്തു. ദൈവത്തോട് ചേർന്ന് നിൽക്കാഞ്ഞത് കൊണ്ട് അവരെല്ലാം അവിടെ മരിച്ചു.
ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യേശു പറഞ്ഞു 100 ആടുള്ളവൻ ഒന്നിനെ കാണാഞ്ഞാൽ 99 ഉണ്ടല്ലോ, ഒന്നല്ലേ പോയുള്ളൂ, പോട്ടെ എന്നല്ല വിചാരിക്കുന്നത്. ഈ 99നെയും ആ ഹിൽ സൈഡിൽ വിട്ടിട്ട് ആ ഒരെണ്ണത്തിനെ മാത്രം തേടി നടക്കുന്നു. ശരിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഉപമകർത്താവ് പറഞ്ഞില്ലേ. അതിൻ്റെ അർത്ഥം ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം തന്നെ ഗുണമേന്മ, ക്വാളിറ്റി, അതും വളരെ ഇമ്പോർട്ടൻ്റാണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഇൻ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവത്തിൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. അവൻ്റെ സൗമ്യത, അവൻ്റെ മാന്യത, അവൻ്റെ വിശ്വസ്തത, അവൻ്റെ സ്നേഹം, അങ്ങനെയുള്ള ക്വാളിറ്റിയിലും വർദ്ധിക്കണം. ദാറ്റ് മീൻസ് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എക്സ്പാൻഷൻ ഇൻ ഇൻഫ്ലുവൻസ്, നമ്മുടെ സ്വാധീന ശക്തി വർദ്ധിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഇമ്പാക്റ്റ്, മറ്റുള്ളവരുടെ മേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപകമായ നമ്മുടെ സ്വാധീനം, ശുശ്രൂഷയുടെ വ്യാപ്തി തുടങ്ങിയത് വർദ്ധിക്കണം. പ്രോവർബ്സ് 4:18, സദൃശവാക്യങ്ങൾ 4:18, ദ പാത്ത് ഷൈൻസ് ബ്രൈറ്റർ ആൻഡ് ബ്രൈറ്റർ. നിൻ്റെ പാത കൂടുതൽ കൂടുതൽ പ്രകാശമുള്ളതാകും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ ടൈപ്പ് ചെയ്യുക. നിൻ്റെ പാത കൂടുതൽ കൂടുതൽ പ്രകാശമുള്ളതായി മാറും. കൊലോസ്യ ലേഖനം 1:10, അവിടെ ബെയറിംഗ് ഫ്രൂട്ട് ഇൻ എവറി ഗുഡ് വർക്ക്, സകല സൽപ്രവൃത്തികളിലും ഫലം കായ്ക്കണം. അപ്പോൾ ആളുകളുടെ എണ്ണത്തിൽ മാത്രമല്ല വർധനവ്, ക്വാളിറ്റിയിലുള്ള വർധനവ് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തേത് കുറിച്ച് വയ്ക്കുക. ഇൻക്രീസ് റിക്വയർസ് അലൈൻമെൻറ്റ് വിത്ത് ഗോഡ്. ദൈവവുമായുള്ള ഇണങ്ങിച്ചേർന്നുള്ള ഒരു ജീവിതം വർധനവിന് അനിവാര്യമാണ്. അത് ദൈവവുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ വർധനമുണ്ടാവുള്ളൂ. കാരണം ദൈവവുമായി ചേർന്ന് ജീവിക്കുമ്പോൾ, ഹൃദയവും എല്ലാം ചേർന്ന് ജീവിക്കുമ്പോഴാണ്, അതിലൂടെയാണ് വർധനവ് ഒഴുകി ഒഴുകി വരുന്നത്. ചില വചനങ്ങൾ തരാം, കുറിക്കണം. ആവർത്തന പുസ്തകം 28:1, ഇഫ് യു ഫുള്ളി ഒബേ ദ ലോർഡ് ബ്ലെസ്സിങ്സ് വിൽ കം. നീ യഹോവയായ കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുന്നുവെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നിനക്കുണ്ടാകും. അതിൻ്റെ അർത്ഥം ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് ഇണങ്ങിച്ചേരുമ്പോൾ, അവൻ്റെ വഴികളിലേക്കും പാതകളിലേക്കും ഹിതത്തിലേക്കും വരുമ്പോഴാണ് അനുഗ്രഹങ്ങൾ വരുന്നത്. ഈ 28-ാം അധ്യായത്തിന് ശേഷം താഴേക്ക് 14 വരെ വായിക്കുമ്പോൾ, മൈ ഗോഡ്, വർദ്ധിപ്പിക്കുമെന്നും പെരുക്കുമെന്നും, എന്തെല്ലാം മാവ് കുഴക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും, കന്നുകാലികൾ ലൈഫ് സ്റ്റോക്ക്, എല്ലാത്തിലും അനുഗ്രഹം വരുന്നു, വർധന വരുന്നതായിട്ട് നമുക്ക് കാണാം. എപ്പോൾ? അലൈൻമെൻറ്റിൽ വരുമ്പോൾ, ദൈവവുമായി ഇണങ്ങിച്ചേരുമ്പോൾ. മത്തായി 6:33, സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ആൻഡ് ഓൾ ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ് ടു യു. അപ്പോൾ ദൈവരാജ്യം അന്വേഷിക്കുമെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്കുണ്ടാവും, വർദ്ധിക്കും എന്നല്ല എൻ്റെ അർത്ഥം. യോഹന്നാൻ 15:7, ഇഫ് യു റിമെയിൻ ഇൻ മീ ഇറ്റ് വിൽ ബി ഡൺ. നിങ്ങൾ എന്നിൽ വസിക്കുമെങ്കിൽ അത് സംഭവിക്കും, അത് നിറവേറും, അത് ചെയ്തു തരും. അപ്പോൾ കർത്താവിൽ വസിക്കുമ്പോൾ മാത്രമാണ് ഒരു കൊമ്പ് ഫലം കായ്ക്കുന്നതും അധികം ഫലം കായ്ക്കുന്നത്, അഥവാ എണ്ണത്തിലും ഗുണത്തിലും വർധനവുണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഇണങ്ങിച്ചേർന്നുള്ള ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, ട്രെയിനിൽ കയറിയിട്ടുള്ള എത്ര പേരുണ്ട്? തീവണ്ടിയിൽ യാത്ര ചെയ്തിട്ടുള്ളവർ. ഈയിടെ ഞാൻ കുറേ അധികം തീവണ്ടിയിൽ യാത്ര ചെയ്യേണ്ടി വന്നു. റോഡൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അറിയാം, എല്ലാ തീവണ്ടിയും യാത്ര ചെയ്യുന്നത് ഒരു ട്രാക്കിലൂടെയാണ്. 2 പാളങ്ങൾ, ഇതിലൂടെയാണ് ഒരു തീവണ്ടി യാത്ര ചെയ്യുന്നത്. ഈ ട്രാക്കിൽ തന്നെ, പാളത്തിൽ തന്നെ നിൽക്കുമെങ്കിൽ അത് പ്രോഗ്രസ് ചെയ്ത് മുന്നിലേക്ക് പോകും. അത് ഡീറെയിൽഡായാൽ, പാളം തെറ്റിയാൽ തീർന്നു, പിന്നെ യാത്രയില്ല. ഇതുപോലെയാണ് ദൈവഹിതത്തിൻ്റെ ട്രാക്കിൽ നമ്മൾ ഓടുമെങ്കിൽ വർധനവും പ്രോഗ്രസ്സും ഉണ്ടാകും. നമ്പർ 4, ഇൻക്രീസ് മസ്റ്റ് ബി സ്റ്റിവാർഡഡ് വെൽ. വർധനവ് ലഭിക്കുമ്പോൾ അതിനെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം, കൈകാര്യം ചെയ്യണം. കാരണം ഗോഡ് ഇൻക്രീസസ് വാട്ട് ഈസ് വെൽ മാനേജ്ഡ്. ഒരാൾ വളരെ നന്നായി ഒരു കാര്യം മാനേജ് ചെയ്യുമ്പോൾ അതിനാണ് വർധനവ് ദൈവം നൽകുന്നത്. അതിന് ഏറ്റവും നല്ല തെളിവാണ് യേശു കർത്താവ് പഠിപ്പിച്ച ഒരു മാനേജീരിയൽ പ്രിൻസിപ്പിൾ.
ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ ഫെയ്ത്ത്ഫുൾ ഇൻ ലിറ്റിൽ ഫെയ്ത്ത്ഫുൾ ഇൻ മച്ച്. അവിടെ കർത്താവ് കൊണ്ടുവന്നൊരു തത്വമാണ്, അല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിൽ വിശ്വസ്തനായിരിക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരാളെ ജോലിക്കെടുത്തു, അയാൾക്ക് ആദ്യം പ്രൊബേഷൻ പീരീഡോ ഇതൊക്കെ വരുമ്പോൾ കുറേയധികം കാര്യങ്ങൾ ഏൽപ്പിക്കും. അയാൾ അതിൽ എക്സലൻ്റ് ആണെന്ന് കണ്ടാൽ അടുത്ത ലെവൽ കൊടുക്കും, പിന്നെ അടുത്ത ലെവൽ കൊടുക്കും, അടുത്ത പ്രൊമോഷനുകൾ വന്ന് ആ ലാഡർ കയറി പോകാം. പക്ഷേ ഓരോ ലെവലിലും അളക്കുന്നത് എന്താണ്? അയാളുടെ വിശ്വസ്തത. അയാൾ എത്രത്തോളം നല്ല രീതിയിൽ വിശ്വസ്തമായി കാര്യങ്ങൾ ചെയ്യുന്നു, ഫലമുളവാക്കുന്നു, ഇൻക്രീസ് ഉണ്ടാക്കുന്നു, അതിനനുസരിച്ചാണ് മുകളിലേക്ക് കയറ്റിവിടുന്നത്. മത്തായി 25:21 വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. അവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. താലന്തുകളുടെ ഉപമ എല്ലാവർക്കും അറിയാം. 10 താലന്ത്, 5 താലന്ത്, 2 താലന്ത്. ഈ താലന്തെന്ന് പറയുന്നത് എന്തെങ്കിലും വട്ടുപോലെ ഇരിക്കുന്ന എന്തെങ്കിലും സാധനമൊന്നുമല്ല. താലന്തെന്ന് പറഞ്ഞാൽ ഗോൾഡാണ്, ബാഗ്സ് ഓഫ് ഗോൾഡ്. ആദ്യത്തെ ആൾക്ക് 5 ബാഗ് നിറയെ സ്വർണം കൊടുത്തു, രണ്ടാമത്തെ ആൾക്ക് 2 ബാഗ് നിറയെ സ്വർണം കൊടുത്തു, മൂന്നാമത്തെ ആൾക്ക് 1 ബാഗ് നിറയെ സ്വർണം കൊടുത്തു. അത് പല ഭാഷകളെടുത്ത് റിസർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. എന്ന് വെച്ചാൽ അന്നത്തെ ഒരാൾക്ക് കൊടുക്കുന്ന ക്യാപിറ്റലാണ്, അയാൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ക്യാപിറ്റലാണ്. അന്ന് ഇന്നത്തെ പോലെ പേപ്പർ കറൻസിയോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് സ്വർണം ആയിട്ടാണ് കൊടുക്കുന്നത്. എന്തിനാണ് കൊടുത്തത്? ഇതുകൊണ്ട് അയാൾ വർദ്ധിപ്പിക്കണം, വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കണം, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് വർദ്ധിപ്പിക്കണം. 5 കിട്ടിയ ആൾ വർദ്ധിപ്പിച്ചതിൻ്റെ ഇരട്ടിയാക്കി കൊണ്ടുവന്നു. രണ്ടാമത്തെ 2 കിട്ടിയ ആളും അത് ഇരട്ടിയാക്കി കൊണ്ടുവന്നു. 1 കിട്ടിയ ആൾ ഒരിക്കലും അത് ഇൻവെസ്റ്റ് ചെയ്തില്ല, അത് വെറുതെ കുഴിച്ചിട്ടു. എപ്പോൾ ചോദിച്ചാൽ അതുപോലെ തന്നെ എടുത്തു കൊടുക്കത്തക്ക രീതിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. സെറ്റിൽ ചെയ്യുന്ന സമയത്ത് എന്താണ് കർത്താവ് ഉപമയിൽ പറഞ്ഞത്? ഏറ്റവും വിശ്വസ്തയോടെ സൂക്ഷിച്ചയാൾ, പെരുക്കിയ ആൾ, ഇയാളെ ഒരു 10 പട്ടണത്തിന് അധിപതി ആക്കാൻ പറഞ്ഞു. മറ്റേയാളെ അതുപോലെ തന്നെ ഇൻക്രീസ് കൊടുക്കാൻ പറഞ്ഞു. ഒന്നും ചെയ്യാതിരുന്ന, വർദ്ധിപ്പിക്കാതിരുന്ന, സ്റ്റീവോർഡ് ചെയ്യാതിരുന്ന, മാനേജ് ചെയ്യാതിരുന്നയാളെ, മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇൻടാക്റ്റായിട്ട് കാത്തു സൂക്ഷിക്കുക എന്നല്ല അർത്ഥം. അതുകൊണ്ട് വർധനവുണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾ നോക്കി പറയുകയാണ്, ഈ ഏപ്രിൽ മാസം മുതൽ അല്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്കുള്ളതെല്ലാം വർദ്ധിക്കട്ടെ. എത്ര പേര് ആമേൻ പറയും? ആമേൻ പറയുന്നവർ ആ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ആമേൻ എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഓക്കെ. 1 കൊരിന്ത്യർ 4:2 ഇതേ കാര്യം എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് റിക്വയർഡ് ദാറ്റ് സ്റ്റിവാർഡ്സ് ബി ഫൗണ്ട് ഫെയ്ത്ത്ഫുൾ. ഗൃഹവിചാരകന്മാരിൽ ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയൊരു തോട്ടം ഒരാളെ ഏൽപ്പിച്ചു, കുറച്ച് ചെടികളും പൂച്ചെടികളും പഴങ്ങളും ഒക്കെ പഴങ്ങളുണ്ടാകുന്ന വൃക്ഷങ്ങളുള്ള ഒരു ചെറിയൊരു തോട്ടം. അത് അയാൾ വളരെ നന്നായിട്ട് നോക്കി എന്നിരിക്കട്ടെ. അയാൾ എന്ത് ചെയ്യും? ഒരു ഫീൽഡ് തന്നെ അങ്ങ് ഏൽപ്പിച്ചെന്നിരിക്കും. ഒരു 25 ഏക്കർ നീ നോക്കിക്കും. കാരണം ഇതിൽ വിശ്വസ്തത തെളിയിച്ചു. ഇതുപോലെ ഈ ഏപ്രിൽ മാസത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചിരിക്കുന്ന സകലം, ഒരുപക്ഷെ ഒരു കൂട്ടായ്മയാകാം, നമ്മുടെ ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പാകാം, ഒരു സോണാകാം, ഒരു ബ്ലെസ്സിങ് സെൻറ്റർ ചർച്ചാകാം, അല്ലെങ്കിൽ മറ്റ് സഭാവിഭാഗങ്ങളിലുള്ളവരോട് പറയാം, നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കൂട്ടായ്മയിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം വളരെ വിശ്വസ്തയോടുകൂടി ചെയ്താൽ അതിലൊരു വർധനവും അതിലൊരു ഉയർച്ചയും കർത്താവ് ഈ വർഷം തന്നിരിക്കും. അപ്പോൾ പ്രിൻസിപ്പിൾ ഈസ് ദിസ്: സ്റ്റിവാർഡ്ഷിപ്പ് ഡിറ്റർമൈൻസ് ദി ലെവൽ ഓഫ് ഇൻക്രീസ്. നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വർധനവിൻ്റെ, എങ്ങനെ അതിനെ പറയേണ്ടത്, ലെവൽ നിർണ്ണയിക്കുന്നത്. കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു ടീച്ചിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻക്രീസ് യുവർ കപ്പാസിറ്റി. നിങ്ങളുടെ കപ്പാസിറ്റി, മാനേജറിയൽ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചാൽ കർത്താവ് കൂടുതൽ തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കൈ രണ്ടും ഈ സ്ക്രീനിൻ്റെ നേരെ നീട്ടിപ്പിടിക്കുക. കർത്താവേ, ഇന്ന് ഈ വചനം റിലീസ് ചെയ്യുക. ഇൻക്രീസിൻ്റെ വചനം ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഇത് പെനിട്രേറ്റ് ചെയ്ത് കയറി ചെല്ലട്ടെ. സാഹചര്യങ്ങളിലേക്ക് ഇത് ചെല്ലട്ടെ. ഞെരുക്കത്തിനകത്തേക്ക് ഇത് ചെന്ന് വർധനവുണ്ടാകട്ടെ. സാമ്പത്തികത്തിൽ വർധനവുണ്ടാകട്ടെ. ഏത് മേഖലയിലും ഒരു വലിയ വർധനവ് ഉണ്ടാകട്ടെ. അബ്രഹാമിനെ വർദ്ധിപ്പിച്ചതുപോലെ
നിൻ്റെ ജനം വർദ്ധിക്കട്ടെ. രോഗികളായിട്ടുള്ളവർ ഈ സമയത്ത് കൈനീട്ടുക. യേശുവിൻ നാമത്തിൽ ഏത് രോഗത്തിൻ്റെ മേലും ഒരു വലിയ സൗഖ്യമുണ്ട്. ഈ കഴുത്തിൻ്റെ ഒരു വശത്തിങ്ങനെ ഭയങ്കരമായ വേദന, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ. അതുപോലെ കരളിന് രോഗമുള്ള ലിവർ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ശരീരത്തിൽ ഓരോ അവയവങ്ങളിലും ഒരു വലിയ വിടുതലും സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ് ഇങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്ലെസ്സിങ് ടുഡേയുടെ പ്രയർ ലൈൻ നമ്പറിലേക്ക് വിളിക്കുകയോ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുകയോ ചെയ്യുക. എൻ്റെ പേഴ്സണൽ പ്രയർ ലൈൻ നമ്പർ ഒത്തിരി പേരുടെ കയ്യിലുണ്ട്, അതിലയക്കാം. എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ബൈ. പശ്ചിമേഷ്യ യുദ്ധം മുറുകുന്നു, അയയുന്നു, അനിശ്ചിതാവസ്ഥയിലാണ്. പക്ഷേ ഈ 17-ാം തീയതി വെള്ളിയാഴ്ച, ഏപ്രിൽ 17 വെള്ളിയാഴ്ച ദുബായ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഞാൻ പേഴ്സണലി നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ UAE എവിടെയാണെങ്കിലും എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി വരിക. കുറച്ച് നാളായിട്ട് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഈ പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നടത്തിയിട്ടില്ല. പക്ഷേ വി ആർ ഗോയിങ് ടു കം ടുഗെദർ ആൻഡ് പ്രേ ഫോർ ദ മിഡിൽ ഈസ്റ്റ്. നമുക്ക് ഒരുമിച്ച് വരാം, ദൈവവചനം കേൾക്കണം, പ്രൊഫറ്റിക് ആയിട്ടുള്ള പലതും അന്ന് റിലീസ് ചെയ്യപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി. ഇതൊക്കെ ചെയ്യാൻ ദൈവം പ്രാപ്തിയുള്ളവനാണ്. സോ നമ്മളെല്ലാവരും അന്നത്തെ ദിവസം ഒരുമിച്ച് വന്ന് ദൈവവചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പേഴ്സണൽ പ്രയറിനൊക്കെ ടൈം എടുത്ത് ഒരു അടിപൊളി ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്ത് പിരിയാം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി.